മണാലിയിൽ തുടങ്ങിയ യാത്ര ചിക്കുളും അതിനുശേഷം നാക്കോയും താബോയും കാസയും ലങ്സിയും ഒക്കെ കാര്യമാണ്. മണാലിയിൽ നിന്ന് കാസയിലേക്കുള്ള വഴി ഭയങ്കര ടഫാണ്. നമ്മൾ ടാറിൻ്റെ ടാ പോലും കാണില്ല. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഓഫ് റോഡല്ല, അത് നിങ്ങൾക്ക് വരുന്ന വഴിക്ക് മനസ്സിലാവും. ചരട് പോലത്തെ കുറേ ഏരിയയാണ്. അവിടെ നിന്നൊക്കെ നല്ല രീതിക്ക് തറച്ച് കയറി ടയറൊക്കെ പഞ്ചറാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിൽ കുറേ സ്ഥലത്ത് കുറേ വീടും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേട്ടോ. കുലിക്കലിങ്ങനെ മേലിടൂലേ? അങ്ങനെ ഒടുവിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ മണാലി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ മനസ്സോടെ തിരിച്ച് മണാലിക്ക് വണ്ടി പോകാം കേട്ടോ. അങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ യാത്ര ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കേട്ടോ. അങ്ങനെ ഇത്രയും ദിവസം നമ്മൾ മണാലിയിൽ തുടങ്ങിയ യാത്ര ചിക്കുളും അതിനുശേഷം നാക്കോയും താബോയും കാസയും ലങ്സിയും ഒക്കെ കണ്ട് ഒടുവിൽ നമ്മൾ തിരിച്ചിപ്പോൾ മണാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെൻ്റെ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ സ്പിതി വാലി എന്നുള്ളത് ഒരു സർക്യൂട്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് മണാലിയിൽ നിന്ന് നേരെ കാസയിലെത്തിയിട്ട് തിരിഞ്ഞ് ചിക്കുളെത്തിയിട്ട് മണാലി പിടിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ മണാലി നേരെ ചിക്കുളൊക്കെ കഴിഞ്ഞ് അവസാനം കാസയിലെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മണാലിക്ക് പോവാം. അങ്ങനെ ഒടുവിൽ കാസയിലെത്തിയ സമയത്ത് അവിടെ കുറേ ട്രാവലേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മണാലിയിൽ നിന്ന് കാസയിലേക്കുള്ള വഴി ഭയങ്കര ടഫാണ്. നമ്മൾ ടാറിൻ്റെ ടാ പോലും കാണില്ല. കൂടാതെ കട്ട ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഓഫ് റോഡല്ല, അത് നിങ്ങൾക്ക് വരുന്ന വഴിക്ക് മനസ്സിലാവും. പിന്നെ ടയറൊക്കെ പഞ്ചറാൻ നല്ല ചാൻസ് ഉണ്ട്. എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ലോണം സൂക്ഷിച്ച് വെച്ചോന്ന്. പക്ഷേങ്കിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു പഞ്ചർ അടച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെതായ ടെൻഷനൊക്കെ പീക്കാണ്. എന്തിരുന്നാലും മുമ്പോട്ടേക്ക് പോവന്നെ. കൂടാതെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ മാപ്പ് ഓണാക്കിയിട്ടോ. നമ്മൾ ആദ്യം മാപ്പ് ഓണാക്കിയിട്ടാൽ GPS സെറ്റിങ്സോടെ നമുക്ക് എന്ത് ചെയ്യുക, വരുന്ന വഴിക്ക് അത് വെച്ച് പിടിച്ചു പോവാം. നേരെ മറിച്ച് പകുതിക്ക് വെച്ച് GPS ഓണാക്കുകയാണെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ഭാഗത്തേക്കേ ഇല്ല. കുറഞ്ഞൊന്നുമല്ല, 100-150 കിലോമീറ്ററിന് മേലേക്ക് നമുക്ക് കവർ ചെയ്യണം. അവിടെ ഒന്നും ടവർ പോലും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലോണം പേടി കയറ്റിട്ടാണ് ഞങ്ങളിപ്പോൾ മണാലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ അരുണോടെ പറഞ്ഞ പോലെ തന്നെ ആ വഴിക്ക് പോകുമ്പല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കല്ലൊക്കെ മുമ്പിലൊക്കെ വീഴുന്നുണ്ട്. അതും കൂടാതെ സൈഡിൽ കൂടെ ഒഴുകുന്ന നദിയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോല്ലേ ഭയങ്കര ടെറർ ഫീൽ ചെയ്യുന്നുണ്ടോ. എന്നിരുന്നാലും കാഴ്ചയെ കണ്ട് മുമ്പോട്ട് പോകാൻ അതിൻ്റെ ഭംഗിയുണ്ട്. നമ്മൾ മുന്നോട്ട് പോകും തോറാണ് നമ്മൾ ഓപ്പോസിറ്റ് വന്ന ആൾക്കാർ അവിടെ എക്സ്പീരിയൻസ് പറഞ്ഞത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ യാത്രയിൽ കുറേ സ്ഥലത്തൊക്കെ പൂഴി പോലത്തെ വഴിയാണ്. അതുകൊണ്ട് തന്നെ സ്കിഡാവാൻ നല്ല ചാൻസ് ഉണ്ട്. കൂടാതെ പൂഴിയുള്ള സ്ഥലം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ളത് ചരട് പോലത്തെ കുറേ ഏരിയയാണ്. അവിടെ നിന്നൊക്കെ നല്ല രീതിക്ക് തറച്ച് കയറി ടയറൊക്കെ പഞ്ചറാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാസയിൽ വെച്ചിട്ട് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു ഫോട്ടോ കാണിച്ചത് അയാളെ ടയറിൻ്റെ മേലെ കല്ല് കുത്തി കയറിയിട്ട് ടയർ പഞ്ചറായത്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് മെല്ലെയാണ് കേട്ടോ വണ്ടി പോകുന്നത്. യാത്ര മുന്നോട്ട് പോകും തോറും ചലഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് ഒരു വണ്ടിയോ ലോറിയോ പോട്ടെ കാറെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ പോയ വഴിക്ക് കംപ്ലീറ്റ് പൊടിയായിരിക്കും. ആ ഒരു പൊടി നമ്മൾ കണ്ണിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സ്റ്റക്കാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാൾക്കാരും കംപ്ലീറ്റ് സ്പെക്സ് ഇട്ടുകൊണ്ടാണ് വണ്ടി ഓടിച്ചത്. എന്നിരുന്നാലും കുറച്ച് മുന്നോട്ട് പോയി നോക്കുമ്പോൾ അതാ മേത്തും ജാക്കറ്റിലും ഹെൽമെറ്റിലും കംപ്ലീറ്റ് പൊടി കേട്ടോ. അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേഹം നോക്കി വലത്തെ സൈഡിൽ ചെറിയൊരു ബ്രിഡ്ജ് പൊളിഞ്ഞത് കേട്ടോ. ഇതുമാത്രമല്ല വഴിയരികിൽ കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ കുറേ ബ്രിഡ്ജ് പൊളിഞ്ഞിടക്കുന്നുണ്ട്. ഓ സമാധാനമായി. ഇതേ റോഡെത്തിന് കേട്ടോ. നമ്മൾ ഇത്രയും നേരം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയൊരു ടാറിൻ്റെ അംശം കണ്ടല്ലോ, സമാധാനം.
ഈ ഒരു സ്ഥലത്തെപ്പോ യാത്ര സൂപ്പർ ആയിട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഇത്ര നേരം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറി വന്നോണ്ടായിരിക്കണം ഇപ്പൊ പ്രധാനമായ സ്ഥലം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നോക്കിയ ദൂരെ കുറേ സ്ഥലത്ത് കുറേ വീടും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിട്ടോ. ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ചാൽ അത് അധിക നേരം നീണ്ടു നിന്നില്ല കേട്ടോ. നോക്കി ഓഫ് റോഡ് ഇവിടം തൊട്ടാണ് നമ്മളെ യാത്രയിലെ ഏറ്റവും ടഫസ്റ്റ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, കുൻസും പാസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് റേഞ്ചിന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ യാത്ര മുന്നോട്ട് വെച്ച് പിടിച്ചിട്ടോ. കുൻസും പാസിനെ കുറിച്ച് കാസിലെത്തിയ കുറെ ട്രാവലേഴ്സ് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നേരെ മറിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ച ഓഫ് റോഡൊന്നും ഒരു ഓഫ് റോഡൊന്നുമില്ല, എനിത്തൊട്ടാണ് കട്ട ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. കൂടാതെ ഓപ്പോസിറ്റ് കാറോ അങ്ങനെ വലിയ എന്തെങ്കിലും വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ട്രാപ്പാവുന്ന ഓരോ ഏരിയ കവർ ചെയ്യുമ്പോഴും ഞങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ അവിനാഷിൻ്റെ ബൈക്കും പിന്നെ ഞങ്ങളുടെ ബൈക്കും കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളെ യാത്രയുടെ നടുക്കിലേക്ക് ഒരു അതിഥി എൻട്രി ചെയ്തിട്ടോ. ഞങ്ങൾ രണ്ടാൾക്കും ഇതെന്താ ഞെട്ടി നോക്കുമ്പോഴാണ് അതൊരു സ്പ്ലെൻഡർ. ശരിക്കും വണ്ടർ കേട്ടോ. സത്യത്തിൽ നമ്മൾ യാത്രയിൽ പല ആൾക്കാരും റൈഡിന് ബുള്ളറ്റും അങ്ങനെ വലിയ വലിയ സിസിയുടെ വണ്ടി ചൂസ് ചെയ്യുമ്പോഴും ഡെസ്റ്റിനേഷനാണ് മുഖ്യം, അല്ലാതെ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്നതല്ല കാര്യം. എന്തായിരുന്നു ഈ സ്പ്ലെൻഡർ ബൈക്ക് നമ്മളെ പഠിപ്പിച്ച അധ്യായം കേട്ടോ. ഞങ്ങളെ വണ്ടി മെല്ലെ മെല്ലെ പോകുമ്പോഴും ഞങ്ങളെ വെട്ടിച്ചോണ്ട് 100-110 ആ സ്പ്ലെൻഡർ ബൈക്ക് നമ്മളെ കവർ ചെയ്ത് പോയത് കേട്ടോ. അങ്ങനെ നമ്മളെ കൂടാതെ മറ്റ് ട്രാവലേഴ്സും നമ്മളെങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് പൊടിയാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും തോറും പൊടി പിടിയായിരുന്നു കേട്ടോ. അതായത് കംപ്ലീറ്റ് പൊടി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ബാഗിലും മേത്തും ചെറുതായിട്ട് പൊടിയാണെങ്കിൽ പോലും ഇപ്പോൾ ഇതാ എന്നെ നോക്കിയേ, എൻ്റെ മേത്ത് കംപ്ലീറ്റ് പൊടി. ഞാനാദ്യം സ്പെക്സ് വെച്ചാണ് കേട്ടോ. അങ്ങനെ സ്പെക്സിൻ്റെ വില കംപ്ലീറ്റ് പൊടിയായിട്ട് സ്പെക്സ് ഒടുവിൽ അഴിച്ച് വെക്കേണ്ടി വന്നു. ഏട്ടാ മോനെ, ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ശരിക്കും വീണെന്ന് തന്നെ വിചാരിച്ചിട്ടോ. ആ സ്ഥലത്തെത്തിയപ്പോൾ കംപ്ലീറ്റ് പൊടിയും കൂടാതെ കുത്തുള്ള കയറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളെ ബൈക്ക് മാത്രമല്ല, അവരുടെ ബൈക്കും പിന്നെ നമ്മുടെ സ്പ്ലെൻഡറില്ല അവരും കൂടെ ട്രാപ്പായിരുന്നു കേട്ടോ. അങ്ങനെ സ്പ്ലെൻഡർ മെല്ലെ മെല്ലെ ഉന്തി മുന്നോട്ട് പോയി, അവർ സ്റ്റാർട്ടാക്കി അവർ പോയി. അങ്ങനെ നമ്മളും എങ്ങനെയൊക്കെ വീഴാതെ രക്ഷപ്പെട്ടു. എന്നിരുന്നാലും അവിനാഷിൻ്റെയും ദത്തിൻ്റെയും ബൈക്കിന് ഒരു കൺട്രോൾ കിട്ടിയിരുന്നില്ല. അങ്ങനെ അവർ കുറേ നേരം സ്റ്റെക്കായിട്ടോ. അങ്ങനെ ഞാനും അരുണേട്ടനും കുറേ മുന്നോട്ട് പോയിട്ട് അവിടെ കാത്തിരുന്ന് അവർ പറഞ്ഞു നിങ്ങളെ വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ മേലോട്ട് പോയി നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അവിനാഷിൻ്റെയും ദത്തിൻ്റെയും വണ്ടി എത്തിയില്ല കേട്ടോ. അവർ പിന്നെ ചെറുതായി ട്രാപ്പായിട്ടുണ്ട്. അങ്ങനെ അവർക്കായി ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒടുവിൽ അവർ എത്തിയിട്ടുണ്ട്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്ര ഏത് പ്രോപ്പർ വഴി ഞങ്ങൾക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഓപ്പോസിറ്റ് ഒരു ദൈവദൂനെ പോലെ ഒരു താറ് വന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയേ, റോഡ് സൈഡിൽ കംപ്ലീറ്റ് മഞ്ഞ് കേട്ടോ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ മഞ്ഞ് കാണുന്നത്. കാശ്മീറൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം പോയ സ്പിതി വാലിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ട സ്പിതി വാലിലേക്കാണ്. കൂടാതെ 1-2 മാസം കഴിഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് മഞ്ഞുകൊണ്ട് പുതച്ചിട്ടുണ്ട് കേട്ടോ.
ജ്യൂസ് അടിക്കുക. നമ്മളെ കുൽക്കിലൊക്കെ മേലിടൂലേ? അങ്ങനെ രാവിലെ തുടങ്ങിയ നമ്മളെ യാത്ര പോകെ മുന്നോട്ട് പോകും തോറും സൂര്യൻ്റെ ലൈറ്റ് കുറഞ്ഞു വന്നിട്ടോ. കൂടാതെ നല്ലൊരു തണുപ്പും അടിച്ചു തുടങ്ങിയതോടെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മണാലി എത്തണമെന്ന് ആഗ്രഹം അത്രയും കൂടി. എന്താന്ന് വെച്ചാൽ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടാതെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വണ്ടിക്ക് പണി കിട്ടുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ട്രാപ്പാവും. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ നമുക്ക് നല്ല ഹൈവേ കിട്ടിയില്ലെങ്കിൽ നമ്മളെ എൻ്റെയർ യാത്ര കോമഡിയാവും കേട്ടോ. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നതും നല്ല ഇരുടായി തുടങ്ങി കേട്ടോ. കൂടാതെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പവർ ബാങ്കിൽ ചാർജ് ഇട്ട് എന്നിരുന്നാലും നമ്മൾ മണാലിയോട് അത്രയ്ക്ക് അടുത്ത് ആയതുകൊണ്ട് തന്നെ നമ്മളത്യാവശ്യം സേഫായി തുടങ്ങി കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകുന്നതോറും നമ്മൾ ഹൈവേ കണ്ടു കേട്ടോ മണാലിക്കുള്ള. അങ്ങനെ മണാലിയുള്ള ഹൈവേ പിടിച്ച് മുന്നോട്ട് പോകുന്നതോറും നോക്കിയ അടൽ ടണൽ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ നമുക്ക് അടൽ ടണലിൽ കൂടി കാസിലേക്ക് വെച്ച് പിടിക്കാം, അല്ലെങ്കിൽ ചിത്കുള് പോയിട്ട് അവസാനം അടൽ ടണൽ കൂടെ വരാന്ന്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് അടൽ ടണലിൻ്റെ ഉള്ളിൽ കൂടി ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു ഫീലില്ലേ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ മുമ്പ് ടി വിയിലും ന്യൂസിലും പിന്നെ യൂട്യൂബിലൊക്കെയാണ് അടൽ ടണലിനെ കുറിച്ച് കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ അടൽ ടണലിൽ കൂടിയാണ് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോഴുള്ള ആ ഒരു ഫീലില്ലേ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ മണാലി തന്നെ തിരിച്ചെത്തിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യ ദിവസം സ്റ്റേ അടിച്ച മണാലിത്തെ സെയിം ഹോട്ടലിൽ തന്നെ നമ്മൾ പോയി വീണ്ടും ചെക്ക് ഇൻ ചെയ്തു.